എന്താ വിശാൽ, എന്താ അത്യാവശ്യമായി കാണുന്നു പറഞ്ഞേ? അത് പിന്നെ രാജേന്ദ്ര സാറിൻ്റെത് മരണമല്ല, കൊലപാതകമാണ്. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയാം. പക്ഷെ അതിനു മുമ്പായി എന്റെ ഒരു ചോദ്യത്തിന് നീ ഉത്തരം പറയണം. രാജേന്ദ്ര സാറിന്റെ കൊലയാളിയെ ഞാൻ നിനക്ക് കാണിച്ചു തന്നാൽ നീ എന്ത് ചെയ്യും? എങ്കിൽ കൊല്ലും ഞാൻ അവനെ. നല്ല കാര്യം. പറ, അദ്ദേഹത്തെ ആരെ കൊന്നേ? നിന്റെ മുന്നിൽ നിൽക്കുന്ന ഞാൻ തന്നെ. നീയോ? നീ എന്തിനാ അദ്ദേഹത്തെ കൊന്നേ? നിങ്ങൾ രണ്ടുപേരും നല്ല കൂട്ടുകാരല്ലായിരുന്നോ? എല്ലാം സത്യമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം എല്ലാ സ്വത്തുക്കളും എന്റെ പേരിൽ എഴുതി വെച്ചിരുന്നു. നീ അദ്ദേഹത്തെ വിവാഹം കഴിച്ച ആ സ്വത്തെല്ലാം എനിക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് വിഷം കൊടുത്തു കൊന്നു. എന്തൊരു ചതിയനാ നിങ്ങള്! എന്നാലും നിങ്ങളെ ഇത്രയും വിശ്വസിച്ച ഒരു മനുഷ്യനെ കൊല്ലാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? അപ്പോഴത്തെ ബുദ്ധിക്ക് എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. നിഷേ, നിന്റെ ജീവിതത്തിൽ എല്ലാ സ്വപ്നങ്ങളും തകർത്ത് ഞാനാ. എനിക്ക് ഈ കാര്യങ്ങളെല്ലാം പോലീസിനോട് പറയണമെന്നുണ്ട്. പക്ഷെ ധൈര്യമില്ല. ആത്മഹത്യ ചെയ്യണമെന്നുണ്ട്. അതിനും പറ്റുന്നില്ല. പാപിയായി എന്നെ നീ കൊല്ലണം. കൊല്ലാനോ? യെസ്, എന്നെ വെറുതെ വിടരുത്. ഇതെന്റെ ലൈസൻസ് ഉള്ള തോക്ക. എന്നെ കൊല്ലുന്നതിന് മുമ്പ് നിനക്ക് ഞാൻ എത്ര പണം വേണമെങ്കിൽ തരും. ജീവിതകാലം മുഴുവൻ നിനക്ക് നിന്റെ കുടുംബങ്ങൾക്ക് നന്നായി ജീവിക്കാനുള്ള എത്ര പണം നീ ചോദിച്ചോ, നിനക്കത് ഞാൻ തരും. കമോൺ, കിൽ മീ. കമോൺ, കമോൺ നിഷ, ടേക്ക് ഇറ്റ്. കമോൺ, കമോൺ, കിൽ മീ. കൊല്ലന്നെ. ഗുഡ് ബൈ. നീ എന്തായി ചെയ്തേ? നിന്നെ ഞാൻ എന്നോട് ഇത്രയും വലിയ ചതി ചെയ്ത നിന്നെ ഞാൻ ഒരിക്കലും വിടില്ല. നിന്നെ ഞാൻ മരിക്കുന്നവരെ ഉറങ്ങാൻ സമ്മതിക്കില്ല. നോ. No expiry date. Time has no holiday. Life has no pause button. Hope has no boundaries. If you miss in life, then life becomes life. If you miss in life, then life becomes life. Past is waste paper, present is newspaper, future is question paper, life is answer paper. Don't switch off your heart when someone loves you. If you miss in life, then life becomes life. Don't switch off your heart when someone loves you. If you miss in life, then life becomes life. Dream has no expiry date. Time has no holiday. Life has no pause button. Hope has no boundaries. If you miss in life, then life becomes life. If you miss in life, then life becomes life. Friendship is good network. No need of recharging. No need of activation. No need of signal problem. Don't switch off your heart when someone loves you. If you miss in life, then life becomes life. Don't switch off your heart when someone loves you. If you miss in life, then life becomes life.
Dream has no expiry date. Time has no holiday. Life has no pause button. Hope has no boundaries. If you're missing life, then life becomes life. If you're missing life, then life becomes life. പോലീസ് പിടിക്കുന്ന ഉറപ്പാ. ഒറ്റൊന്ന് ചെയ്യാനുള്ളൂ, മാക്സിമം പണവും സ്വർണ്ണൊക്കെ എടുത്ത് ഇവിടുന്ന് മുങ്ങുക. വെറുതെ പോലീസിന്റെ ഇടി കൊള്ളണ്ടല്ലോ. പറ്റുമെങ്കിൽ വേറൊരാളായി ജീവിക്കണം. പക്ഷെ അതെങ്ങനെ? ആദ്യമായി ചെയ്ത് ഞാൻ എൻ്റെ മുടി മൊട്ടയടിക്കലാണ്. എന്നെ ഒരിക്കലും തിരിച്ചറിയാൻ പാടില്ല. പിന്നെ ഞാൻ എവിടേക്കോ പോയി എങ്ങനെയൊക്കെയോ ജീവിച്ചു. ഇത്രയും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് മടുത്തു. മറ്റൊരാളായി ജീവിക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ ഈ നാട്ടിലെത്തിയപ്പോൾ ഇവിടുത്തെ ആളുകൾ എന്നെ ഉരുക്ക് സതീശൻ എന്ന ഒരാളായി തെറ്റിദ്ധരിച്ചു. രണ്ടുപേരുടെയും മുഖം ഒരുപോലെ ആയിരിക്കാം. അതുകൊണ്ടാണ് ഇവിടുത്തെ ആളുകൾ എന്നെ ഉരുക്ക് സതീശനായി തെറ്റിദ്ധരിച്ചത്. ഈശ്വര, ഇവരൊക്കെ എന്തിനാ എന്നെങ്ങനെ നോക്കുന്നത്? ദേ നോക്ക്, നമ്മുടെ ഉരുക്ക് സതീശൻ തിരിച്ചെത്തി. അല്ല, അവൻ തന്നെയാണോ? ഈ പറയുന്ന ഉരുക്ക് സതീശൻ ഒരു 10 തവണ മരിച്ചതാ. എന്നിട്ടെന്തായി? ജീവനോടെ തിരിച്ചു വന്നില്ലേ? സത്യം. ഇവനെയൊക്കെ 40 കഷ്ണമായിട്ട് വെട്ടി നുറുക്കിട്ടാലും പിന്നെയും ജീവൻ വെക്കും. അതാ സാധനം. എടാ, ഞാൻ പറഞ്ഞത് ഉരുക്ക് സതീശനല്ല. എടാ നോക്ക്, ഗംഗാധരൻ കുണ്ടയുടെ മകനല്ലേ? ആ ഗുണം ഇല്ലാതിരിക്കോ? ഹലോ ഹലോ വിശാൽ ചേട്ടാ, ഞാനാ രമ്യ. ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാ ചേട്ടന്റെ ഈ നമ്പർ ഒപ്പിച്ചത്. പ്ലീസ് ഫോൺ കട്ട് ചെയ്യല്ലേ. നിനക്കിനി എന്താ വേണ്ടേ? ചേട്ടാ, ഒരു ചെറിയ കാര്യം കേക്ക്. കഴിഞ്ഞ ദിവസം ആ ധന്യയും ഗുണ്ടകളും എന്നെ തേടി വന്നു. എന്നെ ക്രൂരമായി തല്ലി. എനിക്ക് അതിനേക്കാൾ വേദന തോന്നിയത് ഞാൻ കാരണമാണ് ചേട്ടൻ ഒളിച്ചോടിയത് എന്നവൾ പറഞ്ഞപ്പോഴാണ്. പ്ലീസ് ചേട്ടൻ തിരിച്ചു വരണം, എന്നെ വിവാഹം കഴിക്കണം. എന്നിട്ട് ആ അഹങ്കാരിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കണം. പ്ലീസ് തിരിച്ചു വാ. നോ, തിരിച്ചു വരാനല്ല ഞാൻ അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ട്. പക്ഷേ ഇനി മേനിൽ എന്നെ കാണുകയോ വിളിക്കുകയോ ചെയ്യരുത്. ഹലോ, പറയുന്നൊന്ന് കേൾക്ക്. ഹലോ ഹലോ ഹലോ. ശ്ശോ, ഇനി എന്ത് ചെയ്യും? ഇയാൾ ഇതെന്തൊരു മനുഷ്യനാണ്. ഉരുക്ക് സതീശൻ തിരിച്ചു വന്ന ഇവിടെ ചോര ഒഴുകും, അത് ഉറപ്പാ. അതെന്ത് ചോദിക്കാനാണ്? 3 പേരെ വെട്ടിട്ടല്ലേ അവർ രാജസ്ഥാനിക്ക് ആ, അതെ. മോനേതാ മോൻ? എന്താ ഒരു സതീശ, നീ ആള് മാറിപ്പോയല്ലോ. ജീൻസ് ഒക്കെ ഇടാൻ തുടങ്ങിയോ? എന്റെ 3 കൂട്ടുകാരെ വെട്ടിട്ടാ ഈ രാജസ്ഥാനിലേക്ക് പോയിട്ട് നിനക്ക് ഞാൻ വെച്ചോണ്ടാ. എടാ, നീ സതീശൻ തൊടണം. ഡാ, മതി, നിർത്താൻ. ഡാ, നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എനിക്കും പിള്ളേർക്ക് ഇവിടെ ജീവിക്കണ്ടേ? നീ എന്തിനാണ് ഇങ്ങോട്ട് രാജസ്ഥാനിൽ വന്നത്? എനിക്ക് ഷാറാണ്ടേ, എനിക്ക് ശ്രദ്ധിക്കപ്പെടണ്ടേ? നീയൊന്നും ജീവിച്ചിരിക്കുമ്പോ നിന്നെ ഒന്നും ആരും ശ്രദ്ധിക്കൂല. പിന്നെ ചത്ത ചിലപ്പോ ശ്രദ്ധിച്ചു എന്ന് വരും. അല്ലേലും ചില ജീവികളൊക്കെ അങ്ങനെ ചത്ത് ചീഞ്ഞ് നാറ്റം അടിക്കുമ്പോഴേ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടും. ആ നാറ്റം ചിലർക്കൊക്കെ സ്വന്തമായിട്ട് തോന്നും. അതാരുടെയും കുറ്റമല്ല. കപ്പൽ തിന്ന സ്രാവിനെ നോക്കി തുപ്പൽ തിന്ന പരമീന് വാ പൊളിച്ചിട്ട് കാര്യമില്ല. എന്റെ ശരീരത്തിൽ ഒരു രോമം നീ പിഴുതാ, നിന്റെ തല ഞാൻ കൊയ്യും. നീ പറയും, ഞാൻ ചെയ്യും. ഉരുക്കടാ, ഉരുക്കടാ. എന്താ ഉരുക്ക് തിരിച്ചു വന്നോ? കേരള ജീപ്പില് കേറ്. ഡാ, ഇങ്ങോട്ട് വാടാ. മോനെ ചക്കരെ, നിനക്ക് വല്ല പരാതി ഉണ്ടാ? പേടിക്കണ്ട, പറയൂട്ട. ഇല്ല സാറേ. അല്ലേ, ഈ സാറിന് ഇത് എന്നാത്തിന്റെ അസുഖ? തല്ല് കൊണ്ടോന് പരാതിയില്ല, പിന്നെ കണ്ടുന്ന സാറിനാണോ പരാതി? ആ. സാറേ, അവന്റെ അഹങ്കാരം നോക്ക്. എന്തിനാ കയറുന്നത്? നമുക്ക് പണി തരാൻ തുടങ്ങി. നിനക്ക് വെച്ചിട്ടുണ്ട്. ആഹാ. ഇനി മേലിൽ ഈ പരിസരത്ത് വന്നാ കാണാം. ഹലോ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ആ ഉരുക്ക് സതീശന്റെ ഫേസ് കട്ട് ഉണ്ടെന്ന് കരുതി? ഞാൻ സതീശനല്ലെന്ന് നിങ്ങൾ എന്തിനടിസ്ഥാനത്തിലാ പറയുന്നേ? എടോ, അവൻ 2 കൊല്ലം മുമ്പ് രാജസ്ഥാനിൽ വെച്ച് വെട്ടേറ്റ് മരിച്ചതാ, അറിയോ? രാജസ്ഥാനിൽ വെച്ചോ? അതേടോ, എന്റെ മകളെ വിവാഹം കഴിച്ച ഒരുവൻ പ്രേമിച്ച് രാജസ്ഥാനിലേക്ക് കടത്തിക്കൊണ്ടുപോയി.
എന്നിട്ട് എന്റെ മകളെ അവനിൽ നിന്ന് രക്ഷിക്കാൻ ഈ ഉരുക്ക് സതീശനെയും കൊണ്ട് ഞാൻ രാജസ്ഥാനിലേക്ക് പോയി. പക്ഷെ അവിടെ കുറെ ഗുണ്ടകളെ മറ്റവൻ ഏർപ്പാട് ചെയ്തിരുന്നു. ഈ സതീശനും അവനും തമ്മിൽ ഏറ്റുമുട്ടി. ആ ആക്രമണത്തിൽ സതീശൻ മരിച്ചു. അത് കണ്ട് ഞങ്ങളെല്ലാം ജീവനും കൊണ്ട് തിരിച്ചോടി. ഇവിടെ ഈ കഥ ആർക്കും അറിയില്ല. അല്ല, ഈ സതീശൻ വെറും ഗുണ്ടയാണോ? അവനൊരു കള്ളന്റെ മോനാ. അച്ഛന്റെ പാരമ്പര്യം കാത്ത് ഗുണ്ടയായി ജീവിച്ച് കാശ് കിട്ടിയ എന്ത് പണിയെടുക്കും. അവന് 18 വയസ്സുള്ളപ്പോഴേ അമ്പലപ്പറമ്പിൽ വെച്ച് ഒരു SIയെ കുത്തിക്കൊന്നതാ. എന്തിന്? ഒരാള് പോലും കണ്ടു നിന്ന പോലീസുകാർ പോലും അവനെതിരെ സാക്ഷി പറഞ്ഞില്ല. അങ്ങനെ അവൻ പുഷ്പം പോലെ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോകും. അല്ല, നീ എന്തിനാ അവനായിട്ട് അഭിനയിക്കുന്നത്? ഞാൻ ആരായിട്ടും അഭിനയിക്കുന്നില്ല. ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കുന്നതാണ്. ഏതായാലും ഞാനായിട്ട് ആ ധാരണ മാറ്റുന്നില്ല. അങ്ങനെ പോട്ടെ. ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ഇവനൊക്കെ ഉപദേശിക്കാൻ വന്ന നമ്മളെ പറയണം. ഇതൊരു ഉഗ്രൻ ഐഡിയ ആണ്. ഉരുക്ക് സതീശനായിട്ട് ഇനി അങ്ങോട്ട് ജീവിക്കുക, ലാഭവും നഷ്ടമൊന്നും ഇല്ലാത്തൊരു ജീവിതം നയിക്കുക, മരിക്കുന്നവര്. ഹലോ, എന്റെ പേര് ദാസൻ. എന്റെ വീട് ഇവിടെ അടുത്താ. സതീശൻ രാത്രി കാലത്ത് അവിടെ ഇവിടേക്കല്ലേ കിടക്കുന്നത്. ഇനി മുതൽ എന്റെ വീട്ടിൽ വന്ന് കിടക്കുന്നു. അത് വേണോ? ആ, അത് വേണം. ഈ നാട്ടിലെ തെമ്മാടികളിൽ നിന്നും ഗുണ്ടകളിൽ നിന്നും എന്റെ മക്കളെ എനിക്ക് രക്ഷിക്കണം. നിങ്ങൾക്ക് എത്ര മക്കളാ? എനിക്ക് 3 പെൺമക്കളാ. അതിൽ മൂത്ത ആള് മരിച്ചു. അല്ല, കൊല്ലപ്പെട്ടു. അതെങ്ങനെ? അവളെ ഒരുത്തൻ കൊന്നു. പോട്ടെ, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പോ 2 പെൺമക്കളാ. വൃക്കക്ക് തകരാറായ കാരണം ജോലിക്കൊന്നും പോകാൻ പറ്റുന്നുമില്ല. വല്ല ഓപ്പറേഷനും നടത്തി? അതിനൊക്കെ നല്ല പണം വേണ്ടേ? കൂടാതെ വൃക്ക തരാൻ ഒരാള് വേണ്ടേ? ആര് സഹായിക്കാനാ? ഗുണ്ടകളുടെ ശല്യം കാരണം എനിക്ക് രാത്രി ഒന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുമോ എന്ന് ചോദിച്ചത്. അത് വേണോ? നമ്മളെ നാട്ടിലെ ആളുകളല്ലേ എന്നെയും നിങ്ങളുടെ പെമ്മക്കളെയും ചേർത്ത് എന്തെങ്കിലുമൊക്കെ അപവാദങ്ങൾ പറയും. അതല്ല അവരുടെ വിവാഹത്തെയും ബാധിച്ചേക്കാം. അതൊക്കെ അവരുടെ വിവാഹമൊക്കെ എപ്പം നടക്കാനാ? വീട് മൊത്തം കടത്തിലാ. ബാങ്കുകാർ എപ്പോഴാണ് ജപ്തി ചെയ്ത് കൊണ്ടുപോകുക എന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. നിങ്ങളെ ഭാര്യ? ഞങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നു. 2 വീട്ടുകാരും എതിർത്തു. അതാണ് ഇപ്പം എനിക്കുള്ള സങ്കടം. എനിക്ക് സ്വന്തക്കാരും ഇല്ല, ബന്ധുക്കളും ഇല്ല. എൻ്റെ മൂത്ത മകൾ മരിച്ചപ്പോൾ ആ ആഘാതം താങ്ങാനാവാതെ എൻ്റെ ഭാര്യ മരിച്ചു. കഷ്ടം. അപ്പോൾ ഇന്ന് മുതൽ സതീശൻ്റെ താമസവും ഭക്ഷണവും ഒക്കെ എൻ്റെ വീട്ടിൽ. ഞാൻ അവിടെ വന്ന് താമസിക്കാം, പക്ഷെ ഭക്ഷണമൊന്നും വേണ്ട. അതെന്താ? എന്റെ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ ഞാൻ തന്നെ നോക്കി. അതെന്താ? ഭക്ഷണം കഴിച്ചാ അത് മതി. ചേട്ടൻ നടക്ക്.